ഹലോ ഫ്രണ്ട്സ്, ഇന്ന് വന്നിരിക്കുന്ന അതിഗംഭീരം പറഞ്ഞ മലയാളികളേറെ അഭിമാനത്തോട് പറയാൻ ആഗ്രഹിക്കുന്നതും ചിലപ്പോൾ ഒരുപക്ഷെ പറഞ്ഞത് കേൾക്കാൻ ആഗ്രഹിക്കുന്നതുമായൊരു വാക്കാണ്. നമ്മുടെ ശ്രീ മമ്മൂട്ടി പറയുന്നതാണ്. അദ്ദേഹം ഒരു കഥാപാത്രത്തിനെയും അദ്ദേഹത്തിന് ചാലഞ്ച് ചെയ്യാൻ കഴിയില്ല. കാരണം അദ്ദേഹം പറയണത് അഭിനയത്തിന് അത്രത്തോളം അഭിനിവേശം സമർപ്പണ ബോധവും എനിക്കുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് ഏറെക്കുറെ ശരിയാട്ടോ. ഒരു 99.999% ഈ പറഞ്ഞ വാക്കിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ ഒപ്പമാണ്. കാരണം അദ്ദേഹത്തിന് ഏത് ക്യാരക്ടർ കൊടുത്താലും ആ ഡയറക്ടർ മനസ്സിൽ കണ്ടിട്ടുണ്ടാവും ഒരു ക്യാരക്ടർ ഉണ്ടായിരിക്കും. ആ ക്യാരക്ടർ എന്താണെന്ന് അദ്ദേഹം അവരോട് ചോദിച്ച് മനസ്സിലാക്കി അദ്ദേഹത്തിൻ്റെ ചിരി മുതൽ നടപ്പ് വരെ ഇല്ലെങ്കിൽ നോട്ടം വരെ മനസ്സിലാക്കിയെടുക്കും. എന്നിട്ട് ആശാനൊരു പണി തരും. നമുക്ക് അറിയോ, അത് മനസ്സിലങ്ങോട്ട് ഒരുപാട് തരത്തിലിങ്ങനെ പഠിച്ച് അതിനെ ഓരോരോ രീതിയിലേക്ക് കൊണ്ടുവന്ന് അവസാനം അദ്ദേഹം ഒരു രൂപം ഉണ്ടാക്കിയെടുക്കും. ആ രൂപത്തിന് അനുസരിച്ച് അദ്ദേഹത്തിൻ്റെ ശരീരത്തെ മാറ്റും, എന്നിട്ടൊരു പെർഫോമൻസ് തരും. അതാണ് മക്കളെ ഭ്രമയുഗം പോലെയുള്ള സിനിമകൾ. അദ്ദേഹം അങ്ങനെ തന്നെയാണ്. ഒരു സിനിമ ഒരു കഥാപാത്രം കിട്ടിക്കഴിഞ്ഞാൽ ആ കഥാപാത്രത്തിന് ആവശ്യമായിട്ടുള്ളൊരു റിസേർച്ച് നടത്തും. ആ റിസേർച്ചിൽ അദ്ദേഹത്തിൻ്റെ നടപ്പ്, ഇരിപ്പ്, നോട്ടം, ചിരി, വർത്തമാനം, ഭക്ഷണം കഴിക്കൽ, ഈവൻ ഒരു കാലടി വയ്ക്കുന്ന ദൂരം പോലും അദ്ദേഹം അളന്ന് പിടിച്ച് പഠിക്കും. എന്നിട്ടത് സ്ക്രീനിലേക്ക് കൊണ്ടുവരും. അതൊരു മഹാനടൻ എന്ന് പറയുന്ന മമ്മൂട്ടി വിളിക്കുന്നതിൽ യാതൊരുവിധ റിഗ്രറ്റ് എനിക്ക് തോന്നുന്നില്ല. കാരണം അദ്ദേഹത്തിൻ്റെ സിനിമകളെല്ലാം തന്നെ അങ്ങനെയാണ്. ഒരു സിനിമ എടുത്തു കഴിഞ്ഞാൽ ഒരു എക്സാമ്പിൾ പറയാം. നമ്മുടെ നൻപകൽ നേരത്തെ മയക്കം ഒന്ന് ഉറങ്ങി എണീക്കുമ്പോഴേക്കും നമ്മുടെ എന്താ പറയുക, വേറൊരു കഥാപാത്രം മാറും. പിന്നെ അവിടെ സംഭവിക്കുന്നത് വേറൊരു സാധനമാണ്. മമ്മൂട്ടി എന്ന നടൻ ജെയിംസ് മാറി വേറൊരാളെ മാറുന്നു അല്ലേ. അതൊരു സാധനം ശരിക്കും പറഞ്ഞാൽ ഒരു പ്രത്യേകതരം വൈബിലേക്ക് പിന്നെ സിനിമ പോകുന്നു. മമ്മൂട്ടി എന്ന ഒരാളെ അഴിച്ചു വിട്ട രീതിയിലുള്ള ഒരു കഥാപാത്രമാണ് അദ്ദേഹം പിന്നെ ചെയ്യുന്നവിടെ. അത് ശരിക്കും നമുക്ക് ഈ സിനിമയിൽ ഉടനീളം കാണാൻ പറ്റും. ഇപ്പോൾ റോഷാക്ക് എടുക്കുകയാണെങ്കിലും ആ റോഷാക്കിൽ ഇതുവരെ അദ്ദേഹം കാണിക്കുന്നൊരു പരിപാടിയാണ് അല്ലേ. ആ ഒരു പരിപാടി ഒരു രക്ഷ. പിന്നെ കളങ്കാവൽ, ഈ അടുത്തിറങ്ങിയിട്ടുള്ള കളങ്കാവൽ, എന്താ നോട്ടോ ആ ഒരു പരിപാടി. എൻ്റെ മോനെ, ഇതൊക്കെ തന്നെ കൊണ്ടായിരിക്കാം അദ്ദേഹം ഇത്രയും വലിയൊരു കോൺഫിഡൻസ് പറയുന്നത്. ഒരു പക്ഷേ ഇത്രയും മാത്രം ഒരു കോൺഫിഡൻ്റ് ആയിട്ട് ഈ ഒരു കാര്യത്തിനെ കുറിച്ച് പറയാൻ ഇന്ന് ഈ ലോകത്ത് ആരുണ്ടെങ്കിൽ ഉണ്ടോ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അറിവിൽ ഇല്ലെന്ന് പറയുള്ളൂ. കാരണം അവർക്കൊരു ചെറിയൊരു ന്യൂനത ഉണ്ടായിരിക്കും, അത് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന്. പക്ഷേ ഈ പുള്ളിക്കാരനൊന്നും പറ്റില്ല, പ്രശ്നമില്ല. അദ്ദേഹത്തിന് ജെയിംസ് ബോണ്ടാവണോ, ആവാം, അതാവും. ആ കഥാപാത്രത്തിന് ആവശ്യം ചെയ്യും. ഏത് കഥാപാത്രം അദ്ദേഹത്തിന് ചെയ്യാനുള്ള മനസ്സ് ഇപ്പം അതിനുണ്ട്. കാരണം അത് വെറുതെയാണ് ഉണ്ടാക്കിയതല്ല, ഉണ്ടാക്കിയെടുത്താണ്. ബോൺ ആക്ടർ പറഞ്ഞ ഒരു പക്ഷേ ഒരാളെ പറഞ്ഞ് പൊക്കി അടിക്കുമ്പോൾ ഇവിടെ ബോണൊന്നുമല്ല, ഞാൻ എൻ്റെ സ്വന്തം കഴിവ് കൊണ്ടാണ് വന്നിരിക്കുന്നത്, അതുകൊണ്ട് എനിക്ക് എന്തും ചെയ്യും, എന്ത് രീതിയിലേക്ക് മാറും ഞാൻ എന്ന് പറഞ്ഞ് ഈ ലോകത്തോട് വിളിച്ചു കൂവിയ ഒരു വ്യക്തിയാണ് മമ്മൂട്ടി എന്ന് പറയുന്ന വ്യക്തി. അതുകൊണ്ട് തന്നെ ഈ അദ്ദേഹത്തിൻ്റെ സിനിമയുടെ കരിയറിൽ ഓരോ ഗ്രോത്തും സൂപ്പറാണ്. പക്ഷേ ഇയാളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട പടങ്ങളൊന്നും ഒരു ഡാനിയാണ്. ഡാനി ഒരു അൽട്ടാ സാധന സിനിമ. നിങ്ങൾ ആരും കണ്ടില്ല എന്ന് കണ്ടു നോക്ക്. ഡാനിയുടെ ഒരു വൈബ് പടം പറഞ്ഞാൽ ഡാനിയുടെ കുട്ടിക്കാരൻ കാണിക്കുന്ന സിനിമ ഉണ്ട്. പക്ക നാട്ടുമ്പോൾ തല്ലിപ്പൊളിക്കാരൻ ഇങ്ങനെ ഫ്ലേട്ടി നടക്കുന്നത്. അതൊരു നോട്ടവും ഒരു സംഭവം ഊതിക്കൊണ്ടിങ്ങനെ നോട്ടം ഫ്ലേട്ടുണ്ട് പോലെ. അതൊന്നും ഒരിക്കലും ഇതുവരെ വേറൊരു ആളും ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. അത്ര മനോഹരമായി ചെയ്യുന്ന സംഭവമാണ്. അങ്ങനെ മമ്മൂട്ടിക്ക് വേണ്ടി മാത്രം ചെയ്യാവുന്ന പല കാര്യങ്ങളുണ്ട്. ചിലപ്പോൾ ഒരുപക്ഷെ അതൊക്കെ തന്നെ ആയിരിക്കാം ഇദ്ദേഹത്തിന് ഇങ്ങനെയൊരു തോട്ട് ഇല്ലെങ്കിൽ ഇങ്ങനെയൊരു ചിന്ത വരാൻ കാരണം. എനിക്ക് ഇദ്ദേഹത്തിന് ഈ പറഞ്ഞതിൽ 100% ഉറപ്പാണ്. ഈ അദ്ദേഹത്തിന് ചാലഞ്ച് ചെയ്യാൻ പറ്റിയ ക്യാരക്ടർ ഇപ്പോൾ നിലവിലില്ല. അങ്ങനെ കൊണ്ടുവരികയാണെങ്കിൽ ഒരേ നോക്കിക്കണം. അങ്ങനെ പറയുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് നമ്മുടെ അംബേദ്കറിൻ്റെ കാര്യത്തിലാണ് പാളി പോകേണ്ടത്. പക്ഷേ അംബേദ്കർ പാളിയോ? അംബേദ്കർ പാളിയില്ല. അംബേദ്കറിൻ്റെ കണ്ട് ശരിക്കൊരു മനുഷ്യൻ അംബേദ്കർ ഇറങ്ങി നിന്ന് പോലെ ഉണ്ട് പരിപാടി. കാരണം അത്ര മനോഹരമായിട്ടാണ് സിനിമ ചെയ്ത്. ആ ഷൂട്ടിംഗ് ഇടവേളയിൽ അദ്ദേഹത്തിന് പറയേണ്ട ഒരു വ്യക്തി വന്ന് ഇദ്ദേഹത്തിൻ്റെ കാലിൽ വീണ് എന്തൊക്കെയോ ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം അവർ വിചാരിച്ചു ഇത് അംബേദ്കർ ആണെന്ന്. അത്രമാത്രം ഒരു കരിഷ്മ നിറഞ്ഞൊരു ആക്ടറാണ് അദ്ദേഹത്തിൻ്റെ. ഇപ്പം ഒരു പുട്ടുറുമീസ് ആവണോ ആവും, അതോ പ്രജാപതിയിലെ വില്ലനാണോ ആവും, ദ്രോണിലാവണോ ആവും, ഇല്ലെങ്കിൽ പൗരുഷം നിറഞ്ഞിട്ടുള്ള മകളുടെ വ്യക്തിയാവണോ ആവും.
ഇല്ലെങ്കിൽ ബിഗ് ബി ആവണോ ആവും, ഷൺമുഖനാവണോ ആവും, എന്തും ആവും. എന്തുകൊണ്ടാണ്? അത് ആ ശരീരം അതിനനുസരിച്ച് പാകപ്പെടുത്താനുള്ള പ്രാപ്തിയുണ്ട്. ഇല്ലെങ്കിൽ അദ്ദേഹത്തിന് മാറ്റിയെടുക്കാൻ പറ്റുന്നൊരു കോൺഫിഡൻസ് ഉണ്ട്. അത് തന്നെയാണ് ശ്രീ മമ്മൂട്ടി എന്ന വ്യക്തിനെ ഏറ്റവും കൂടുതൽ ഈ ലോകത്തിൽ നിന്ന് മറ്റു നടന്മാരിൽ നിന്ന് വ്യത്യസ്തമാക്കണം. ഇനി വരാൻ പോകുന്ന സിനിമകളും അദ്ദേഹത്തിന് അങ്ങനെ തന്നെയാണ്. ഒരിക്കലും വൺ സിനിമ മറ്റൊരു മാച്ച് എന്ന് പറയാൻ നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല. അത്ര മനോഹരമായിട്ടാണ് അദ്ദേഹം ആ സിനിമകൾ ചെയ്യുക. അതിൽ പല ക്യാരക്ടറുകളും ഒരുപോലെ വന്ന് പോകുന്നുണ്ട്. പക്ഷേ അവിടെ ഒരേ വീട്ടുകാരൻ്റെ ജോലിയാണ്, വീട്ടുകാരൻ്റെ അല്ലെങ്കിൽ ഒരു കുടുംബസ്ഥനായി നിൽക്കുന്ന ഒരു ക്യാരക്ടറാണെങ്കിൽ ആ കുടുംബസ്ഥന് ഒരു മാത്രമായിട്ടൊരു യൂണിക്നെസ് ഉണ്ടാകും. അത് മമ്മൂട്ടിക്ക് മാത്രം കഴിയുന്നതാണ്. കാരണം വേറെ കുറേ ആളുകൾ ഇതുപോലെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ശ്രീ മമ്മൂട്ടി മോഹൻലാൽ എടുക്കുകയാണെങ്കിൽ അദ്ദേഹം നമ്മുടെ ദൃശ്യം എടുക്കുകയാണെങ്കിലും പിന്നെ നമ്മുടെ മുന്തിരി വെള്ളം തിളക്കുക അതൊക്കെ ഒരേപോലെയാണ് നമുക്ക് തോന്നിപ്പോകും ചില സമയങ്ങൾ. പിന്നെ അദ്ദേഹം പോലീസ് ക്യാരക്ടർ എടുക്കുകയാണെങ്കിൽ എല്ലാം ഒരുപോലെ തോന്നിപ്പോകും. പക്ഷേ അദ്ദേഹം ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ ചെയ്യും, കാണുന്നവർക്ക് ഈസി തോന്നുകയും. പക്ഷേ ആ ക്യാരക്ടർ അതേസമയം മമ്മൂട്ടിയാണ് ചെയ്തിട്ടെങ്കിൽ അതിൽ ജോർജ് കുട്ടി വേറെ ആയിരിക്കും, അതിലൊരു മുന്തിരിവെള്ളിൽ അതൊരു വേറെ ആയിരിക്കും. കാരണം ലുക്കും അപ്പിയറൻസും മാത്രമല്ല എല്ലാം അടിമുടി മാറ്റും. അതാണ് മമ്മൂട്ടി എന്ന വ്യക്തിയുടെ ഒരു പ്രത്യേകത. കാരണം നമ്മൾ എന്താണോ ഒരു ഡയറക്ടർ കാണുന്ന ഒരു കാഴ്ച, ആ ഒരു നായകൻ അതുപോലെ മുന്നിൽ നിൽക്കുന്ന പോലെ അദ്ദേഹം എത്തിക്കും. അതിനുവേണ്ടി എത്രമാത്രം ശ്രമിക്കാൻ പറ്റുമോ അത്രമാത്രം ശ്രമിച്ച് അദ്ദേഹം ആ ഒരു സക്സസിലേക്ക് എത്തും. അത് മമ്മൂട്ടി കഴിച്ചിട്ടുള്ളൂ മോനെ ഈ ലോകത്തിൽ. ഞാൻ മനസ്സിലാക്കിയത് നമ്മൾ കാണുന്ന എല്ലാ സിനിമകളും കാണുന്നതാണ്. അതുകൊണ്ട് തന്നെ മമ്മൂട്ടി എന്ന വ്യക്തിനെ തൂക്കി നോക്കാനുള്ള സംഭവമൊന്നും ഇപ്പം ഇല്ല. കാരണം എത്ര തന്നെ എടുത്താലും ഇപ്പോൾ ഇവിടെ മമ്മൂട്ടി ഈ നാട്ടിൽ ജനിച്ചുകൊണ്ട് മാത്രം ഓസ്കാർ കിട്ടില്ലെന്ന് പറയുകയാണെങ്കിൽ അത് അങ്ങനെ തന്നെ പറയാൻ പറ്റത്തുള്ളൂ. അല്ലേ, ഒരു നാഷണൽ അവാർഡിന് കിട്ടി എത്ര കാലമായി? കിട്ടാകിയല്ല, കിട്ടിക്കാതിരിക്കുന്നുണ്ടല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വ്യക്തിന് ലോക സിനിമയിലൊക്കെ അറിയാൻ പറയുമ്പോൾ ഇപ്പോൾ ഭ്രമയും കണ്ടില്ലേ, ലോകം മുഴുവൻ അറിഞ്ഞു. കാരണം ഒരു വ്യക്തി നമ്മൾ തലം താഴ്ത്തുമ്പോഴാണ് അദ്ദേഹം എന്താ പറയുക ഫീനിക്സ് പക്ഷിയെ പോലെ ഉയർന്നു പോകുന്നത്. അതുതന്നെയാണ് ശ്രീ മമ്മൂട്ടിൻ്റെ പേരും അങ്ങ് ഹോളിവുഡിൽ മുഴങ്ങിക്കേട്ടപ്പോൾ ഒരു പ്രേക്ഷകൻ അല്ലെങ്കിൽ ഒരു മലയാളി എന്ന നിലയ്ക്ക് എനിക്ക് ഒരുപാട് അഭിമാനം ഉണ്ടായിരുന്നു. കാരണം അത്രമാത്രം നമ്മുടെ ഒരു നടനാണ് അവിടെ എത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിനെ എത്രമാത്രം ഇവിടെ അവഗണിക്കപ്പെടുക അത്രമാത്രം അവഗണിച്ചിട്ടുണ്ട്. എന്നിട്ടും അദ്ദേഹം ഫീനിക്സ് പക്ഷി പോലെ പറന്നുയർന്ന് ലോക സിനിമയുടെ ഏറ്റവും ഉന്നതിയായിട്ടുള്ള ഓസ്കാർ അക്കാദമിൻ്റെ അവിടേക്ക് എത്തി എന്ന് പറയുമ്പോൾ അതൊക്കെ തന്നെയാണ് മമ്മൂട്ടി എന്ന വ്യക്തിയിലെ ഏറ്റവും വലിയൊരു കാര്യം. കാരണം ഒരിക്കലും അദ്ദേഹം ഇന്നതാണെന്ന് പറഞ്ഞ് അഹങ്കരിച്ച് നടക്കുന്നില്ല, ഇന്ന വ്യക്തിയാണെന്ന് അവകാശപ്പെടുന്നില്ല. പക്ഷേ അദ്ദേഹം അവകാശപ്പെടുന്ന ഒറ്റ കാര്യമുള്ളൂ, ഞാനൊരു നല്ല നടനാവണം. അതിപ്പോഴും ആഗ്രഹിക്കാം, നല്ലൊരു നടനാവണമെന്ന്. ഇന്നലെ വന്ന പിള്ളേരായിട്ട് കോമ്പറ്റീറ്റ് ചെയ്യുന്ന ഏക മെഗാസ്റ്റാർ അദ്ദേഹമായിരിക്കും. കാരണം അതൊരു പാഷനായിട്ട് എന്ന് പറഞ്ഞാൽ അതൊക്കെയാണ്. ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ അതൊരിക്കലും നമ്മൾ ഒരു സമയമായി കഴിഞ്ഞ് നമ്മുടെ കാലം കഴിഞ്ഞു നിൽക്കാതെ അതിലേക്ക് വീണ്ടും ചെയ്യാം. എന്നാലും ഈ ഒരു ആത്മവിശ്വാസം നമ്മൾക്ക് തരുന്നൊരു വേറൊരു സംഭവമുണ്ട്. ഇനി വരും സിനിമകൾ ഇദ്ദേഹത്തിന് ചാലഞ്ചിങ് ആയിട്ട് ആര് പോയാലും അവരിനെ തൂക്കിയെടുത്ത് അടിക്കും. അമ്മാതിരി സാധനം അദ്ദേഹം കയ്യിൽ വെച്ചിട്ടുണ്ട്. കാരണം അതൊരു അഹങ്കാരമല്ല, ഇതൊരു കോൺഫിഡൻസാണ് മമ്മൂട്ടിയുടെ. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇത്രയും ഉറച്ച മനസ്സോട് പറയുന്നത്, എന്നെ ഇല്ലാതാക്കാനോ എനിക്ക് ചാലഞ്ച് ചെയ്യാൻ ഒരു റോളും ഇനി വരാനുള്ള സാധ്യതയില്ല, അങ്ങനെ വന്നാൽ തന്നെ ഞാൻ വിടുമില്ല. അതങ്ങനെ തന്നെയാണ്. എന്തായാലും മമ്മൂട്ടി ഇനിയും കുറേ ചാലഞ്ചിങ് റോൾ ചെയ്യട്ടെ. കളങ്കാവലിൻ്റെ അപ്പുറത്തൊരു സാധനം വരാനായി കാത്തിരിക്കുകയാണ് നിങ്ങളെപ്പോലെ തന്നെ ഞാനും. അപ്പോൾ എന്തായാലും നിങ്ങൾക്കുള്ള അതേ പ്രതീക്ഷകളും അതേ ആഗ്രഹങ്ങൾ എനിക്കുമുണ്ട്. ഇദ്ദേഹത്തിലൂടെ ഇനിയും കുറേ സിനിമകൾ കാണണം, കുറേ ചാലഞ്ചിങ് റോളുകൾ കാണണം. ഒരു പക്ഷേ മലയാള സിനിമയുടെ ഉന്നതി ഇനിയും ലോക സിനിമയിലേക്ക് എത്തിക്കാൻ ഇദ്ദേഹത്തെ കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ ഗൈസ്, പുതിയൊരു അപ്ഡേറ്റുമായി വരുന്നതായിരിക്കും. ഓക്കെ, ബൈ, സീ യു.